എം.എൽ.എയുടെ വികസന മുരടിപ്പ് മറച്ചുപിടിക്കാൻ തനിക്കെതിരെ ഇല്ലാത്ത ആക്ഷേപം CPM ഉന്നയിക്കുകയാണെന്ന് ഒ.ജെ. ജനീഷ്. വയനാട് ദുരന്ത ബാധിതർക്കായി യൂത്ത് കോൺഗ്രസ് പിരിച്ച തുകയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി കൂടിയായ ഒ.ജെ. ജനീഷ്. യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പണി ആരംഭിക്കുകയാണെന്നും ജനീഷ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല. പ്രത്യേകിച്ച് വയനാട് ഫണ്ടാണ്. വയനാട് ഫണ്ട് നിങ്ങൾ മുക്കിയോ? വയനാട് ഫണ്ട് മുക്കിയത് സത്യത്തിൽ DYFI ആണ്. കാരണം വയനാടിന് വേണ്ടി 20,44 ലക്ഷം രൂപ സമാഹരിച്ചു. എന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ വെച്ച് DYFIയുടെ സെക്രട്ടറിയും പ്രസിഡന്റും കൂടി ഒരു മോഡൽ ചെക്ക് ഉണ്ടാക്കി 20 കോടി കൈമാറുന്നതിൻ്റെ ഒരു ചിത്രം പങ്കുവച്ചു. അപ്പോൾ തന്നെ 44 ലക്ഷം അതിൽ കുറഞ്ഞു. ആ 20 കോടി കൊടുത്തു എന്ന് DYFIയും കിട്ടിയെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞു. CMDRF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു എന്നാണ് പറഞ്ഞത്. CMDRF അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും DYFI കൈമാറിയിട്ടില്ല. അതിൻ്റെ രേഖ അവർ പുറത്തുവിട്ടാൽ ഞങ്ങളതിന് മറുപടി പറയാം. 1 രൂപ പോലും കൈമാറിയിട്ടില്ല. ആ ചിത്രം പുറത്തുവിട്ടതിന് ശേഷം 1 വർഷക്കാലം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് അങ്കമാലിയിലുള്ള പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസിൻ്റെ ഭാഗമായ അക്കൗണ്ടിലേക്ക്, കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് 5 ചെക്കുകളായി ഓരോ കോടിയും 15 കോടിയുടെ ഒരു ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. ചെക്കായിട്ടല്ല കാണിക്കുന്നത്, ഓഫ്ലൈനായിട്ടാണ് ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. DYFI സെക്രട്ടറി തന്നെ പുറത്തുവിട്ട വിശദാംശങ്ങൾ അറിയാതെ പുറത്തു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസിലേക്ക് കൈമാറിയ 15 കോടി 20 കോടി ഏതാണ്? അതിനു മുമ്പ് CMDRFിലേക്ക് കൈമാറിയെന്ന് പറയുന്ന 20 കോടി ഏതാണ്? ഇപ്പോൾ ഒരു 40 കോടി കൈമാറിയോ? അല്ലെങ്കിൽ അന്ന് കൊടുത്ത 20 കോടി തിരിച്ചു വാങ്ങിയിട്ടാണോ പിന്നെ രണ്ടാമത് കൊടുത്തത്? ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ കൃത്യത വരുത്താൻ DYFIക്ക് സാധിക്കണ്ടേ? സത്യത്തിൽ അവിടെ സംഭവിച്ചത് DYFI 20 കോടി കൊടുത്തു എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി 20 കോടി കിട്ടിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും DYFIയും പിന്നെ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസും കൂടി ചേർന്ന് ഒരു ട്രൈപാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അതിൽ പിന്നെ സർക്കാരിന് വേണ്ടി പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ ഓഫീസും നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയും DYFIയും ചേർന്ന് ഒരു ട്രൈപാർട്ടി എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ ട്രൈപാർട്ടി എഗ്രിമെൻറ്റിൻ്റെ വസ്തുതകളാണ് അവരിപ്പോൾ പുറത്തുവിടുന്നത്. അത് പ്രകാരം DYFI സ്പോൺസർ പണം കൊടുത്തത് പിന്നെ അതിന് CSRൻ്റെ ഭാഗമായിട്ടാണ്. DYFI പോലെ സംഘടനയ്ക്ക്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ CSR ഫണ്ട് കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ ആരുടെ CSR ഫണ്ടാണ് DYFIക്ക് വേണ്ടി അവിടെ കൊടുത്തത്? പിരിച്ചെടുത്ത 20 കോടി ഇവരുടെ കൈവശമുണ്ട്. ആ 20 കോടി രൂപ കൈവശം വെച്ച് അതിൻ്റെ പലിശയും വാങ്ങി. എന്നിട്ട് ആ പണം കയ്യിൽ വെച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് എവിടെ എന്നിവർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. DYFIയെ പിന്നെ ട്രൈപാർട്ടി എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി കൂട്ടി. എന്തുകൊണ്ട് കർണാടക സർക്കാരിനെ കൂട്ടിയില്ല? എന്തുകൊണ്ട് മറ്റ് സംഘടനകളെ കൂട്ടിയില്ല? പണം കൊടുത്ത മറ്റുള്ള ആളുകളും കൂട്ടണ്ടേ? അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. വളരെ രാഷ്ട്രീയ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത് പൊളിയുമെന്ന ഒരു ജാള്യത ഇപ്പോൾ DYFIയും ഇടതുപക്ഷ സംഘടനകളൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ തലയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,05,00,000 രൂപയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി സമാഹരിച്ചത്. ആ പണം എറണാകുളത്ത് നടന്ന KPCCയുടെ മഹാപഞ്ചായത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ വെച്ച് KPCC പ്രസിഡന്റിന് ഒരു മോഡൽ ചെക്ക് ഞാൻ കൈമാറി. അതിനും 2 ആഴ്ച മുമ്പ് KPCCയുടെ വയനാട് ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം എൻ്റെ പേരിലേക്ക് അക്കൗണ്ട് മാറിയതിന് ശേഷം 1,05,00,000 രൂപ 2 തവണയായി 50 ലക്ഷവും 55 ലക്ഷവും 2 ചെക്കുകളായി KPCCയുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയതുമാണ്. അങ്ങനെ KPCC ആകെ സമാഹരിച്ച 4 കോടി രൂപയും 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസ് സമാഹരിച്ചും ഉൾപ്പെടെ ആ പണം ഉപയോഗിച്ചിട്ടാണ് വയനാട് പിന്നെ സ്ഥലം വാങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നത്. അവിടെ മോഡൽ ഹൗസിൻ്റെ പിന്നെ അതിൽ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള അംഗീകാരം വാങ്ങി അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്ത് K-സ്മാർട്ട് വഴി അതിന് വേണ്ടുന്ന അനുവാദം വാങ്ങിയതിന് ശേഷമാണ് അവിടെ DYFI പോയി കഴിഞ്ഞ ദിവസം കുടിൽ കെട്ടി സമരം നടത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് പഞ്ചായത്ത് അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് K-സ്മാർട്ട് പകരം അനുവാദം കൊടുത്ത ഒരു പദ്ധതിയെപ്പറ്റി അറിയാതിരിക്കുന്നത് അത് യൂത്ത് കോൺഗ്രസിൻ്റെയോ പരാജയമല്ല, അത് പഞ്ചായത്ത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നിരിക്കെ ഈ DYFIയും CPM നടത്തുന്ന പ്രചരണം രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെപ്പറ്റി മറ്റു കാര്യങ്ങൾ പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ വികസനം നടത്തിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല, 10 വർഷക്കാലം ഉറങ്ങിയിരുന്നെന്ന് പറയാൻ സാധിക്കില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് പിന്നെ അവർ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന സമയത്ത് അത് വേണ്ടി പരിഹാരം ഉണ്ടാക്കാൻ ഇടപെട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇതെല്ലാം അപ്പുറത്താണ്. അപ്പോൾ ഇപ്പുറത്ത് എന്നെ പറയാൻ വേണ്ടി വയനാട് കളക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരികയാണ്. വയനാട് കളക്ഷൻ നടന്ന കാലത്ത് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ല. വയനാട് കളക്ഷൻ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത്. ആ പണം ഒപ്പിട്ട് കൈമാറുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ഏക കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ DYFI നടത്തുന്ന പ്രചരണമൊക്കെ ജനങ്ങൾ തള്ളിക്കളയും എന്നാണ്. DYFI വേറെ എന്ന് അവിടെ വീട് പൊങ്ങും, എന്ന് സർക്കാരിൻ്റെ വീട് മുഴുവനായിട്ട് പൊങ്ങും, എന്ന് സർക്കാരിൻ്റെ വീട് മുഴുവനായിട്ട് കൊടുക്കും. ഇപ്പോൾ 405 ആളുകൾക്കാണല്ലോ വീട് കൊടുക്കേണ്ടത്. അതിൽ 300ഓളം ആളുകളുടെ ഭവനമാണല്ലോ നിർമ്മിക്കേണ്ടത്. കാരണം 100ഓളം പേര് സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ കോമ്പൻസേഷൻ വാങ്ങി അവിടെ വീട് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ആ 300 വീടുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം നിർമ്മിച്ച് കൊടുക്കണ്ടേ? 770 കോടി രൂപയാണ് സർക്കാരിൻ്റെ കൈവശമുള്ളത്. 770 കോടി രൂപ. സർക്കാരിന് തോട്ടഭൂമിയിൽ നിർമ്മാണം നടത്താൻ പ്രയാസമില്ല. സർക്കാരിന് വേണമെങ്കിൽ എക്സംഷൻ, ഒരു ഓർഡർ ഇറക്കി എക്സംഷൻ ഉണ്ടാക്കാം. അങ്ങനെയാണല്ലോ തോട്ടഭൂമിയിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭവന നിർമ്മാണം നടക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ 178 വീടുകളായിട്ട് നിന്നുപോയത്? അപ്പോൾ
അപ്പോൾ ബാക്കി വീട് എപ്പോൾ പണിയും, ബാക്കി വീട് എപ്പോൾ കൊടുക്കും? ഇനിയും 178 വീടിൽ എന്ന് മുതൽ ആളുകൾക്ക് താമസിക്കാൻ പറ്റും? എപ്പോഴാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുക? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ചോദിക്കുകയാണ് കോൺഗ്രസിൻ്റെ വീട് എവിടെ? കോൺഗ്രസ് ഒരു സംഘടനയാണ്, അപ്പുറത്തൊരു സർക്കാരാണ്. കോൺഗ്രസിൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ CPM-ൻ്റെ വീട് അപ്പുറത്തുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി പറയാം. സർക്കാരിൻ്റെ വീട് അത് കോൺഗ്രസും പിന്നെ ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉൾപ്പെടുന്നവൻ്റെ നികുതി പണം കൂടിയാണ്. അത് CPM-ൻ്റേതല്ല, DYFI-യുടേതല്ല, അത് എല്ലാവരുടെയും കൂടിയാണ് എന്നൊരു ബോധ്യം ഈ പറയുന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്കില്ലാത്തതിൻ്റെ ഒരു പോരായ്മ ഈ വിഷയത്തെ സംബന്ധിച്ചുണ്ട്.